മൂന്നാറിൽ നിന്നും മറയൂരിലേക്കുള്ള യാത്രയാണ്. പോകുന്ന വഴിയിൽ സ്ഥിരം ചായ കുടിക്കുന്ന ഒരു ചായക്കടയുണ്ട്. അവിടെ കട്ടൻ ചായ, ബ്രെഡ് ഓംലേറ്റ്, പിന്നെ നൂഡിൽസ്, ഇതാണ് അവിടുത്തെ പ്രധാന ഭക്ഷണം. ചായയും കിട്ടും. അപ്പം അവിടെ ചെന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് ബ്രെഡ് ഓംലേറ്റും നൂഡിൽസും ഒക്കെ റെഡിയാവും. അവിടെ റോഡിൻ്റെ സൈഡിലിരുന്ന് തന്നെ ചായയൊക്കെ കുടിക്കാനുള്ള സൗകര്യമുണ്ട്. അദ്ദേഹം ബ്രെഡ് എടുത്ത് കാണിക്കുകയാണ്. ബ്രെഡിലെ ഞാൻ ചോദിച്ചു, ബ്രെഡ് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി, ഡേറ്റ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ അവർ അത് തിരിച്ചു കൊടുക്കും. അത് ഉപയോഗിക്കാറില്ല. റോഡിൻ്റെ സ്ഥലം ഒരു വളമാണ്. അതിൻ്റെ അടുത്തൊരു ചെറിയൊരു തോടുമുണ്ട്. അതിൻ്റെ അടുത്തിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അടുത്തായി മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇത്തിരി തിരക്കാണ്. റോഡ് സൈഡ് ആയത് കാരണം എല്ലാവരും കാണാൻ വേണ്ടി ഇറങ്ങും. ഇത് ശർക്കര തിളയ്ക്കുന്നതാണ്, ശർക്കര പാനി. അപ്പോൾ ഇതിൽ നിന്ന് ഈ പാനി ഒരു പകുതി ആകുമ്പോഴത്തേക്കും അവരതിൽ നിന്ന് അത് കോരി ചെറിയ കുപ്പികളിലാക്കി വിൽക്കാറുണ്ട്. അത് ഏതാണ്ടൊരു തേനിൻ്റെ രൂപത്തിലിരിക്കും. ഞാൻ 2 കുപ്പി മേടിച്ചു. അത് വീട്ടിൽ ഒരു കുപ്പി അപ്പോൾ തന്നെ ഞാൻ ഉപയോഗിച്ച് തീർത്തു. ഒരു കുപ്പി കുറച്ച് ദിവസം സൂക്ഷിച്ച് വെച്ചു. ഒരു 10-15 ദിവസമായിട്ട് അത് കേടായിപ്പോയി. അപ്പോൾ അത് ശർക്കര ഒരു പകുതി, ശർക്കര ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പകുതി ആകുമ്പോൾ അവരത് കോരി ആളുകൾക്ക് കൊടുക്കുകയാണ്. അതത്ര അഡ്വൈസബിൾ അല്ല പർച്ചേസ് ചെയ്യാൻ. നമുക്ക് ഒരു വീട്ടിലങ്ങനെ വെച്ച് സൂക്ഷിക്കാനൊന്നും പറ്റുന്ന സാധനം. ശർക്കര പാവ് പോലെ അത് അവർ അവിടെ നിന്ന് കോരി എടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് അത് 1-1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ശർക്കരയാണ്. അതിൻ്റെ അവിടെ നിന്ന് നേരെ നമ്മൾ 5 വീട് എന്നൊരു സ്ഥലം, ഒരു അമ്പലമുണ്ട്. അവിടെ വണ്ടി കാർ പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു ഓഫ് റോഡ് ജീപ്പിലാണ് നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നത്. മറയൂർ ഒരു മഡ് ഹൗസിലേക്കാണ് നമ്മൾ പോകുന്നത്. എൻ്റെ എക്സ്പീരിയൻസിലെ ഏറ്റവും കടുപ്പമേറിയൊരു ഓഫ് റോഡായിരുന്നു. മഴയല്ലാത്ത കാരണം നമുക്ക് കാണാൻ വളരെ ഈസി ആയിട്ട് തോന്നും. പക്ഷേ ജീപ്പ് ഫസ്റ്റ് ഗിയറിൽ 4 വീലിലാണ് അത് കയറുന്നത്. ജീപ്പിൻ്റെ പുറകിലിരിക്കുന്നവർ നല്ലവണ്ണം പിടിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ പുറത്തോട്ട് വീഴാൻ സാധ്യതയുണ്ട്. കല്ലൊക്കെ ഇളകി തെറിക്കുകയാണ്. നല്ലൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയി. ഇത് മറയൂരിൽ നിന്ന് കാന്തല്ലൂർ പോകുന്ന റൂട്ടിൽ അവിടെ നിന്ന് ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞ് ഒരു 3-4 കിലോമീറ്റർ പോകുമ്പോൾ 5 വീട് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ക്ഷേത്രം മാത്രമേ ഉള്ളൂ. ക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നമ്മൾ കാറുകൾ പാർക്ക് ചെയ്യും. എന്നിട്ട് അവിടെ നിന്നാണ് ജീപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് നല്ല എക്സ്പീരിയൻസ് ചില സ്ഥലങ്ങളിലെ വെറും പാറയിൽ കൂടെയൊക്കെയാണ് അത് കയറി പോകുന്നത്. ഏകദേശം ഒരു 4 കിലോമീറ്ററോളം ഓഫ് റോഡ് ചെന്നാലേ നമ്മൾ ഈ മഡ് ഹൗസിലെത്തുള്ളൂ. മഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ കാട്ടിലെ പുല്ലും ചെളി, കമ്പുകളും മുളകളും കൊണ്ടുണ്ടാക്കിയതാണ്. അവിടെ ഇലക്ട്രിസിറ്റി കണക്ഷനുണ്ട്. പക്ഷെ അവിടുത്തെ ഡൈനിങ് ഹാള്, താമസിക്കുന്ന സ്ഥലം, അതുപോലെ അതെല്ലാം പരമ്പരാഗത രീതിയിൽ ഉണ്ടാക്കിയ മഡ് ഹൗസുകളാണ്. നമ്മൾ ഏകദേശം അതിന് അടുത്ത് എത്താറായിട്ടുണ്ട്. ജീപ്പിൽ കൈ നല്ലവണ്ണം പിടിച്ചിരുന്നില്ലെങ്കിൽ നമ്മൾ തെറിച്ച് പുറത്തു പോകാനും സാധ്യതയുണ്ട്. അതാണ് നമ്മളെ മഡ് ഹൗസ്. ജീപ്പ് അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ 2 പട്ടികളുണ്ട്. വളരെ ഫ്രണ്ട്ലിയാണ്. എല്ലാവരുമായിട്ടും ഭയങ്കര
ഈ കാണുന്നതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. മഡ്ഡോക്കിൻ്റെ മുളയും കമ്പും കൊണ്ട് കെട്ടിയ ഇത് ഒരു ഈ കാണുന്നതാണ് ഡൈനിങ് ഹാള്, ആ പുല്ലുമേഞ്ഞിരിക്കുന്നത്. ഈ കാണുന്നത് നമ്മൾ താമസിക്കുന്ന സ്ഥലം. ഇതതിൻ്റെ മോൾ വശം. എൻ്റെ വരാന്ത എന്നൊക്കെ പറയുന്നത് വെറും കഴകൾ കൊണ്ടുണ്ടാക്കിയതാണ്. ഇതിലൊന്നും ചാരരുത്, ചാരിയാ താഴെപ്പോ കഴകൾ കൊണ്ടുണ്ടാക്കിയതാണ്. മുകളിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ചെളി കൊണ്ട് മാത്രം നിർമ്മിച്ച ഇതിലൊന്നും ചാരല്ല മഡ് ഹൗസ്. അതിനുള്ളിലാണെങ്കിൽ ഞങ്ങളൊരു കമ്പൊക്കെ എടുത്ത് വെച്ചിട്ട് അതിലാണ് ആശ പോലെ നമ്മൾ തുണിയൊക്കെ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിനകത്ത് കമ്പ് കഴകൾ കൊണ്ടുണ്ടാക്കിയ കട്ടിൽ പോലൊരു ഭാഗമുണ്ട്. അതിലെ 2 മെത്ത ഇട്ടിട്ടുണ്ട്. അതിലാണ് നമ്മൾ കിടക്കുന്നതൊക്കെ. ഇതാണ് ചെറിയൊരു ടേബിൾ, അതും കഴകൾ കൊണ്ടുണ്ടാക്കിയത്. ആദികുട്ടൻ വളരെ രസകരമായി എൻജോയ് ചെയ്യാണ് ഇവിടെ കാഴ്ചകളെല്ലാം. അവന് ഇഷ്ടപ്പെട്ടു. ചുവരൊക്കെ ചെളി കൊണ്ട് മെഴുകിയത്, പക്ഷെ വളരെ വൃത്തിയും ഉള്ളതാണ്. ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ഒന്നും അല്ല. എൻ്റെ താഴെ ഒരു 3-4 ടോയ്ലറ്റ് കെട്ടിയിട്ടുണ്ട് താഴ്ഭാഗത്തായിട്ട്. അവിടെ നമ്മൾ ചെന്ന് നമ്മളെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം നിർവഹിക്കണം. ഇതിന് മുകളിലായി ഒരു ടെന്റ് ജീപ്പ് നമ്മളെ ഇറക്കി വിട്ടിട്ട് തിരിച്ചു പോവുകയാണ്. ഇനി അടുത്ത 1-2 ട്രിപ്പ് കൂടെ വരും എന്ന് പറയുന്നത് കേട്ടു. വേറെ 1-2 റൂമുകളിൽ കൂടെ ആൾ വരാനുണ്ട്. അവരെ കൊണ്ടുവരാനായിട്ട് അത് താഴെ പോവുക. ഇവിടെ കുളിക്കാൻ ചൂടുവെള്ളം ഒന്നുമില്ല. ഞങ്ങൾ രാത്രി ആയപ്പോഴത്തേക്കും അവിടെ ഈ കാണുന്ന അടുപ്പുകളിൽ കുറച്ച് വിറകൊക്കെ ഇട്ട് വെള്ളം ചൂടാക്കി ബാത്റൂമിൽ കൊണ്ടുവച്ചാണ് കുളിച്ചത്. പിന്നെ വെളിയിൽ ഇരിക്കാനൊക്കെ മുള കൊണ്ടുള്ള ചെറിയ ഇരിപ്പിടങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്ത ഒരു പാർട്ടി വരുന്നുണ്ട്. അടുത്ത ജീപ്പാ കയറി വരുന്നുണ്ട്. ഒരു 3-4 മുറികളേ ഉള്ളൂ. മുറികൾ മിക്കവാറും ഫുള്ളായിരിക്കും. ഇതതിൻ്റെ അടുത്തൊരു ടീമാണ്. ഇത് അതിന് കുറച്ച് മുകളിലായിട്ട് ഒരു വെള്ളച്ചാട്ടമുണ്ട്. അത് കുറേ ദൂരം നമ്മൾ ഇതിന്ന് മഡ് ഹൗസിൻ്റെ ആ ഭാഗത്തു നിന്ന് കുറച്ചുകൂടെ റോഡിൽ കൂടെ നടന്ന് മുകളിൽ കയറണം. മുകളിൽ പോയിട്ട് വീണ്ടും അതിൻ്റെ ഇടത് ഭാഗത്തുകൂടെ കറങ്ങി താഴോട്ടിറങ്ങണം. താഴോട്ടിറങ്ങുമ്പോൾ അവിടെ ചെറിയൊരു ഇപ്പം വേനൽക്കാലമായത് കാരണം വലുതായിട്ട് വെള്ളമൊന്നുമില്ല. ലക്ഷ്മി ഒരു വടിയൊക്കെ ഊന്നി ഔവൈ ഷൺമുഖിയുടെ കൂട്ട് പതുക്കെ ഇറങ്ങാനൊക്കെ തയ്യാറെടുക്കുകയാണ് താഴോട്ട്. ഒരു വടി ഉണ്ടെങ്കിലേ കുത്തി ഇറങ്ങാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. നല്ല ഇറക്കമാണ്, താഴെ അറ്റം വരെ ചെല്ലണം. ഈ ഭാഗത്തു നിന്ന് വെള്ളം താഴോട്ട് ഒഴുകുന്നുണ്ട്. ഇവിടുത്തെ വേറൊരു അപകടം പിടിച്ച, ഞങ്ങളുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാവും. പുള്ളിയാണ് ഞങ്ങളെല്ലാം ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു മഴയെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു 15 മിനിറ്റിനകത്ത് നമ്മൾ ഈ നദിയുടെ അപ്പുറത്ത് കടന്ന് നമ്മൾ ടെൻറ്റിലോട്ട് പോകണം. പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാട് കടന്ന് അപ്പുറത്ത് പോകാൻ പറ്റത്തില്ല. കാട്ടിനിപ്പുറത്ത് പെട്ടുപോകും. കാര്യം അവിടെ വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ക്രോസ് ചെയ്യാൻ പാലമോ മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കറിയാം. ഇവിടെയല്ല, മുകളിൽ മഴ പെയ്താലും നമ്മൾ വളരെ സൂക്ഷിക്കണം. മുകളിൽ മഴ പെയ്താൽ അവർക്കേ അറിയാവും, നമുക്കറിയത്തില്ല. അവർക്കറിയാം. അവരപ്പം തന്നെ നമ്മളെ തിരിച്ച് നമ്മൾ വന്ന വഴി തിരിച്ച് പഴയ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. പോയില്ലെങ്കിൽ നമ്മളിത് ക്രോസ് ചെയ്യാൻ കഷ്ടമാണ്. ഒരു 15 മിനിറ്റ് സമയത്തിനുള്ളിൽ അവിടെ വെള്ളം വന്ന ചെറിയ അരുവി വലിയ നദിയായിട്ട് മാറും. അപ്പോൾ പിന്നെ നമുക്ക് അപ്പുറത്ത് പോകാൻ പറ്റത്തില്ല. ഇതിപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെയൊക്കെ പോകാൻ പറ്റും.
അത് താഴെ ഇറങ്ങി പോകാൻ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. അതിൻ്റെ കല്ലിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഇറങ്ങി വളരെ സൂക്ഷിച്ച് നടക്കണം. നടന്ന് താഴെ ചെല്ലണം. ഇതിവിടെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആ പാറയുടെ മുകളിൽ നിന്നും പായലാണ്. അവിടെ നിന്ന് താഴെ അറ്റം വരെ നമുക്ക് ചറുകി പോകാൻ പറ്റും. പാറയിൽ ചവിട്ടരുത്. ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് താഴെ അറ്റം വരെ ചറുകി പോകാം. അത് താഴേക്ക് എത്തുമ്പോൾ നമ്മളെ സ്പീഡ് വളരെ കൂടും. സൂക്ഷിക്കണം. അവരുടെ നല്ല മനധൈര്യമുള്ളവർക്ക് മാത്രമേ മോളിനെ ചെറുകാൻ പറ്റുള്ളൂ. ഞങ്ങളൊക്കെ വളരെ താഴെ പോയിട്ടൊന്ന് ചെറുകി നോക്കി. ഈ ഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്ത് ഒരു ചെറിയ ചാല് പോലെ കാണാം. അവിടെ നിന്ന് ഫുള്ള് താഴെ അറ്റം ചെറുകി അങ്ങോട്ട് പോകാം. പിന്നെ അടുത്ത് ചെറിയൊരു വെള്ളച്ചാട്ടവും ഉണ്ട് മുകളിലായിട്ട്. പക്ഷെ വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. അധികം ആളുകളൊന്നും ചെല്ലാത്ത സ്ഥലവും കൂടെയാണ് ഇവിടെ. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇത് മഡ് ഹൗസ് ഇരിക്കുന്നതൊക്കെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇത് ഫോറസ്റ്റ് ഏരിയ ആണ്. നമ്മളിപ്പോ ഈ കുളിക്കാനൊക്കെ ചെല്ലുന്നത്. താഴെ വെള്ളം ചെറിയൊരു വെള്ളം കെട്ടാണ് അവിടെ. നല്ല സ്പീഡായിരിക്കും. ചറുക്കി ചെന്നിട്ട് ലാൻഡ് ചെയ്യുന്ന ഈ ഭാഗത്തുനിന്ന് ചറുകി പോകുന്ന ആൾക്കാരുണ്ട്. വെയിറ്റ് ഉള്ളതുകൊണ്ട് ചറുകി താഴെ അറ്റം വരെ ചെല്ലുക. നല്ല സ്പീഡ് പോവും. ഈ സ്ഥലത്താണ് നമ്മൾ കുളിക്കാൻ ചെല്ലുന്നത്. വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം വളരെ കുറവാണ്. ഇത്തിരി മഴയൊക്കെ ഉള്ള സ്ഥലവും സമയവും വേനൽക്കാലം അല്ലാത്ത സമയത്തും കുറച്ചുകൂടെ വെള്ളം ഉണ്ടാവും. മഴ സമയമാണെങ്കിൽ അവിടെ ചെല്ലാൻ പറ്റത്തില്ല. അത് അപകടമാണ്. നല്ല തണുപ്പുള്ള വെള്ളമാണ്. ഈ ഭാഗത്ത് നിന്നാണ് ചെറുക്കി കളിക്കുന്നത് കുട്ടികൾ. കൊച്ചു കുട്ടികളെ ഗൈഡ് മടിയുടെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഇരുത്തിയിട്ട് പുള്ളി കൂടെ അതിൻ്റെ കൂടെ സ്ലിപ്പ് ചെയ്ത് പോകാറുണ്ട്. സേഫ്റ്റിക്ക് പിള്ളേർ ചെറുക്കി തലയടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. വലിയ ആൾക്കാരാകുമ്പോൾ നമ്മൾ പുറകിലോട്ട് മറിയാതെ സൂക്ഷിക്കണം. പുറകിലോട്ട് മറിഞ്ഞ് തലയടിച്ചു കഴിഞ്ഞാൽ കല്ല് തലയടിക്കും. അപ്പോൾ അത് നമ്മൾ ഇരിക്കാനേ പാടുള്ളൂ, കിടക്കാൻ പാടില്ല മലന്ന്. വീഡിയോ ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര ഫോഴ്സായിട്ട് വെള്ളം ഒഴുകുന്നതാണ്. ഈ വെള്ളം മതി. ഇതാകുമ്പോൾ വലിയ ഡേഞ്ചർ അല്ല. ഇത് ഡേഞ്ചർ അല്ല, മനസ്സിലായോ? ഈ വെള്ളം മതി. ഇല്ലാത്ത ഒഴുക്കൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. ഇത് നമുക്ക് അറിഞ്ഞുകൂടാത്ത പാറക്കെട്ട്. ഇടയ്ക്ക് കയറിയിട്ടൊന്ന് ചറുക്കി നോക്കിയതാണ്. അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ചറുക്കി താഴെ പോകാനേ പറ്റുള്ളൂ. തിരിച്ച് വന്ന് എണീറ്റ് വരാൻ പറ്റില്ല. മൊത്തം പായലാണ്. ആ പായലിൻ്റെ കൂടെ ഒരു വഴുവഴുപ്പൂടെ ഉള്ളതുകൊണ്ടാണ് അവിടുത്തെ സ്ലിപ്പിങ്ങിന്. ഞങ്ങളെ ഡൈനിങ് ഹാള്. ഞങ്ങൾ കുളി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴത്തേക്ക് അവിടെ ചായയൊക്കെ റെഡി ആയിരിക്കണം. ചുക്ക് കാപ്പി, കട്ടൻ ചായയാണെന്ന് തോന്നുന്നു. വേറെല്ലിട്ട് വെച്ചിട്ടുണ്ട്. എത്ര വേണമെങ്കിലും കുടിക്കാം. കിച്ചൺ. ഇത് കിച്ചൺ. എല്ലാം മഡാണ്. ഓ, ഇത് ഹണി.
ഹണി. തേന്, എന്തോ തേനാണ്? കാട്ടുതേനാണ്. എന്തോ തേന? ചെറുതേന? നമുക്ക് പെരുന്തേന? ആവശ്യമുണ്ടെങ്കിൽ അവർ വിലക്ക് തരും. പെരുന്തേന. ഇതെങ്ങനെ കിട്ടുമോ ഇവിടെ വാങ്ങിക്കാൻ? തന്നെ എത്ര ഇത്? 1200. ഇത് മഡ് ഹൗസിൻ്റെ മുകളിലൊരു ടെൻ്റുണ്ട്, ക്യാമ്പ്. അവിടത്തേക്ക് കയറുന്ന വഴിയാണ്. അപ്പോൾ നമുക്ക് മഡ് ഹൗസ് വേണമെങ്കിൽ മഡ് ഹൗസിൽ കിടക്കാം, അല്ലെങ്കിൽ ഈ ടെൻറ്റിൽ വന്ന് കിടക്കാം. ഏതാണ് നമുക്ക് ആവശ്യം അത് അവരൊരു അറേഞ്ച് ചെയ്ത് തരും. 2 സ്റ്റെപ്പായിട്ടാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ട് പേർക്ക് കിടക്കാവുന്ന 5 or 6 ടെൻ്റ് അവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ടെൻ്റ് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ താഴെയും മുകളിലും സ്പേസ് ഉണ്ട്, അവരത് ടെൻ്റ് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് തരും. താഴെ കാണുന്നതാണ് നമ്മളെ മഡ് ഹൗസ്. അതിൻ്റെ മഡ് ഹൗസിന് മുകളിലാണ് ഈ ടെൻ്റ് സജ്ജീകരിച്ചിരിക്കുന്നത്. മഡ് ഹൗസിൻ്റെ വരാന്തയാണ്. ഒരു ജന്നലുണ്ട്. ജന്നലിൽ കൂടെ നമുക്ക് അകത്ത് ആദ്യം എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. ആദിക്കുട്ടൻ കളരി അഭ്യാസം നടത്തുകയാണ്. അവിടെ നിന്ന് കിട്ടിയ ഒരു സ്റ്റിക്ക് എടുത്ത് വടി കറക്കുകയാണ്. ഇവിടെ തുണികളൊന്നും ഇടാൻ സൗകര്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തുനിന്നൊരു കമ്പ്, കാറ്റാടിക്കട പോലെ ഒരു കാട്ട് കമ്പ് കൊണ്ടുവന്ന് അവിടെ ക്രോസ് ചെയ്ത് വെച്ച് അതിലാണ് തുണിയൊക്കെ ഇടുന്നത്. ഇത് എൻ്റെ ഇപ്പുറത്തെ ഷെഡിലെ ബാർബിക്യൂ ചിക്കൻ ചുടാനുള്ള സംവിധാനമായിട്ട് പുള്ളി ഒരു ബ്ലോവർ വെച്ച് ഊതി തീയൊക്കെ കൂട്ടുകയാണ്. അവിടുത്തെ കെയർടേക്കർ കുക്കാണ്. കയ്യിലിരിക്കുന്നത് ചിക്കൻ ബാർബിക്യൂ. അതിൽ വെച്ച് ഫുഡ് ഫ്രീ ആണ്, 3 നേരം ഫുഡ് ഫ്രീ ആണ്. ഈ ബാർബിക്യൂ അവിടെ ഒരു വെറൈറ്റിയാണ്, അത് അഡീഷണൽ പേ ചെയ്യണം അതിന്. അന്ന് എനിക്ക് തോന്നുന്നു 700 രൂപ എങ്ങാണ്ട് അഡീഷണൽ ചാർജ് ചെയ്യും ബാർബിക്യൂവിന്. വളരെ നല്ല ഫുഡാണ് അവിടെ കിട്ടുന്നത്. ബാർബിക്യൂവും നല്ല ടേസ്റ്റ് ആയിരുന്നു. He is doing the security work. ചിക്കൻ കറിയും ചപ്പാത്തിയും എന്തുമായിരുന്നു അന്നത്തെ ഫുഡ്, രാത്രിയുള്ള ഫുഡ്. ഇവിടെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇലക്ട്രിസിറ്റി കണക്ഷനുണ്ട്, ഇലക്ട്രിക് ലൈനുണ്ട്. അത് കാരണം അത്യാവശ്യം ലൈറ്റും മറ്റേ ഫോൺ ചാർജിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും. ഫോണിന് റേഞ്ച് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് ഇടിയപ്പം പുട്ടുണ്ടാക്കുകയാണ് അവിടെ. പുട്ടായിരുന്നു രാത്രി, ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പുട്ട് കുറ്റിയിലെല്ലാം ഉണ്ടാക്കുന്നത്. ഇഡലി കുട്ടുക പോലത്തെ ഒരു സാധനത്തിനകത്ത് മൊത്തമായിട്ട് വേവിക്കുക ചെയ്യുന്നത്. നമ്മൾ ഡൈനിങ് ഹാളിലോട്ട് ചെല്ലുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്.
കട്ടൻ ചായ എപ്പോഴും കിട്ടും അവിടെ. ഇതിൽ എപ്പോഴും കട്ടൻ ചായ ഉണ്ടാവും. ഒന്നോ രണ്ടോ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ടെൻറ്റിലൊക്കെ ആൾ വരികയാണെങ്കിൽ ഇത്തിരി കൂടെ ക്രൗഡഡ് ആയിരിക്കും. അല്ലാതെ നമ്മൾ ജീപ്പിൽ മടക്കയാത്ര തുടങ്ങുകയാണ്. ജീപ്പ് വന്നു നമ്മൾ തിരിച്ച് താഴത്തേക്ക് കൊണ്ടുപോകാം. ഓഫ് റോഡ് കംപ്ലീറ്റ് ഇറങ്ങുകയാണ് തിരിച്ച്. കയറുന്നത് പോലെ തന്നെ ബുദ്ധിമുട്ടാണ് ഇറങ്ങുമ്പോൾ. ഒരു 4 വീൽ ഡ്രൈവ് ഓഫ് വെച്ചിട്ട് ഫുൾ ഗിയറിൽ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയറിലൊക്കെയാണ് ഇറക്കുന്നത്. കയറുന്നതിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വണ്ടിയിലിരിക്കുമ്പം തോന്നും. അത് 4 വീലർ. ഇത് നല്ലൊരു വേനൽ കാലത്താണ് നമ്മൾ പോയത്. അതുകൊണ്ട് റോഡ് വലിയ കുഴപ്പമില്ല. അല്പം മഴ കൂടെ ഉള്ള സമയമായിരുന്നെങ്കിൽ റോഡ് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. മുകളിലെ നദിയിൽ വെള്ളം ഉണ്ടാവും. വലിയ മഴയാണെങ്കിൽ അങ്ങോട്ട് പോകുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. ചെറിയ മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ മഴ എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. ജീപ്പിൻ്റെ ടയറൊക്കെ കല്ലി കയറുകയാണ്. ഇവിടെ കല്ലി കയറിയിട്ട് താഴെ ഇറങ്ങാൻ പറ്റും. അടുത്ത ദിവസം നമ്മൾ അതിൻ്റെ ഈ മലയുടെ തൊട്ടപ്പുറത്തെ മലയിൽ ടെൻറ്റ് ക്യാമ്പിംഗ് ആയിരുന്നു. അത് ഇതിനേക്കാൾ കുറച്ചുകൂടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞങ്ങളെ വാഹനം അവിടം വരെ കാർ അവിടം വരെ ചെല്ലും. പക്ഷെ അവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 4 ടെൻറ്റേ ഉള്ളൂ ഇവിടെ. 4 ടെൻറ്റിൽ നമ്മളൊരു ഒറ്റപ്പെട്ട പുൽമേടിനകത്ത് ഒരു ടെൻ്റ് അടിച്ച് കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. അവിടെ ഇലക്ട്രിസിറ്റി മുകളിലുണ്ടെങ്കിലും നമ്മളെ ടെൻറ്റിൻ്റെ അടുത്ത് ലൈറ്റൊന്നുമില്ല. നമ്മളൊന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിലും ഒരു 2 മിനിറ്റ് നടന്നാലേ ടോയ്ലറ്റിൻ്റെ അടുത്ത് എത്തുള്ളൂ. അത്ര ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് ബുദ്ധിമുട്ട് എന്ന് കണ്ടില്ലെങ്കിൽ അത് രസമാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നെക്സ്റ്റ് ഞങ്ങൾ ഇതിൻ്റെ അടുത്ത ദിവസം താമസിച്ചത്. ഇപ്പം നമ്മളിവിടെ നിന്ന് നേരെ പോകുന്നത് അവിടെയാണ്. ആ വീഡിയോ ഞാൻ ഇതിൻ്റെ അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അവിടെയും നല്ല രസമാണ് കാണാനൊക്കെ. അവിടുത്തെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് കല്ലിച്ചുട്ട ചിക്കൻ. അതായിരുന്നു അവിടുത്തെ ഒരു പ്രത്യേകത. ആ സ്ഥലത്തിൻ്റെ കരിങ്കല്ലിൽ അടിയിൽ തീയിട്ട് അതിൻ്റെ മുകളിൽ ചിക്കൻ ചുട്ടെടുക്കുന്നതാണ്. കല്ലിൽ ചുട്ട ചിക്കൻ എന്നാണ് അവിടെ പറയുന്നത്. അത് അവിടുത്തെ സ്പെഷ്യൽ, രാത്രിയുള്ള സ്പെഷ്യൽ അതായിരുന്നു. അതൊരു വേറിട്ടൊരു അനുഭവമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അവിടെ വിളിച്ചപ്പോഴത്തേക്കും അവർ ആ ടെൻറ്റുകൾ മാറ്റിയിട്ട് അവിടെ ഒരു ഡോർമെറ്ററി സ്റ്റൈലിൽ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് മഡ് ഹൗസുകളും ചെയ്യുന്നുണ്ട്. അതിനാൽ അത് പണിയിലാണ്, അടച്ചിട്ടിരിക്കുകയാണ്. അതുപോലെ പണികളാണ്. അത് നല്ല മൃഗങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ്. ആനയൊക്കെ നമ്മൾ ആ കിടക്കുന്ന ടെൻറ്റിൻ്റെ മുകളിൽ കൂടെ ഉള്ള റോഡിൽ കൂടെ രാത്രി ആനയൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ പ്രധാന ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ മഡ് ഹൗസിലെ താമസവും പിന്നെ ആ നദിയിലെ ഒരു കുളിയും പിന്നെ രാത്രി അവിടെ അങ്ങനെ ആ മഡ് ഹൗസിൻ്റെ വെളിയിലൊക്കെ ഇരിക്കുന്ന ഒരു പ്രത്യേക സുഖമാണ്. പിന്നെ ഈ ജീപ്പ് റൈഡ് അത് ഒരു വലിയൊരു രസമുള്ള കാര്യമാണ്. ജീപ്പ് റൈഡ് ഇത്തിരി എക്സ്പെൻസീവ് ആണ് സംഭവം. അവിടെ ഒരാളിനെ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 2000-2500 രൂപയോളം വരും തോന്നുന്നു ഫുഡ് ഉൾപ്പെടെ. ജീപ്പും ഒരു 2000 രൂപയോളം ആവുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. കേരളത്തിലെ 4 വീലിലാണ് 5 വീട് എന്ന് പറയുന്ന അമ്പലത്തിൻ്റെ അടുത്ത് വരെ വണ്ടി പോകുന്നു.
നമ്മളെ വണ്ടി പോകും. അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം കയ്യിലെടുക്കണം. നമുക്കൊരു ദിവസത്തേക്ക് അവിടെ എന്തൊക്കെ ആവശ്യമുണ്ട് അത്രയും സാധനങ്ങൾ ബാഗുകളിലാക്കി അത് നമ്മൾ തലേദിവസം എവിടെ സ്റ്റേ ചെയ്യുന്നു അവിടെ നിന്ന് തലേദിവസം ഞങ്ങൾ മൂന്നാറിലാണ് സ്റ്റേ ചെയ്തത്. മൂന്നാറിലെ പള്ളിവാസൽ ഭാഗത്തെ ഒരു റിസോർട്ടിലാണ് താമസിച്ചത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അടുത്ത ഈ സ്ഥലത്ത് താമസിക്കാൻ ക്യാമ്പിംഗ് സ്ഥലത്ത് കൊണ്ടുപോകാനുള്ള സാധനങ്ങളുടെ ഒരു ബാഗ് പ്രത്യേകം നമ്മൾ സെറ്റ് ചെയ്തു. അവിടെ എന്തൊക്കെ സാധനങ്ങൾ എന്ന് വെച്ചാൽ വലിയ ഭാരം കൊണ്ടു നടക്കാനും പറ്റത്തില്ല, കാര്യം ഈ ജീപ്പിലൊക്കെ കയറ്റി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒരു ബാഗിലെടുത്ത് വെച്ച് അത് ജീപ്പിൽ കയറ്റി നേരെ മുകളിൽ കൊണ്ടുപോകും. ഒരു ദിവസത്തേക്കുള്ള സാധനം. ബാക്കി ബാഗൊക്കെ നമ്മൾ കാറിൽ തന്നെ വെച്ചിട്ട് പോകും. കാറൊക്കെ സുരക്ഷിതമാണ്, പേടിക്കേണ്ട കാര്യമൊന്നും. ഇതിനിടയ്ക്കുള്ള കുറച്ച് വീഡിയോസ് നമ്മൾ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തുള്ളത് ഈ മഡ് ഹൗസിൽ തന്നെ കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. അത് കാണുന്നില്ല ഇതിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ചുകൂടെ വീഡിയോസ് ഉണ്ട്. എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ കയ്യിൽ കുറച്ച് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതുകൂടെ അയച്ചു തരാമെന്ന് പറഞ്ഞു. അത് കിട്ടാത്തതുകൊണ്ടാണ് ഞാനിതങ്ങ് ചെയ്തത്. കുറച്ച് വീഡിയോസ് കൂടെ നല്ല വിഷ്വൽസ് ഉണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ കൂടെ ചെയ്തിട്ടാണ് ചേർത്ത്. ജീപ്പ് ഇവിടെ നിന്ന് താഴോട്ട് പാറക്കെട്ടിറങ്ങിയാണ് പോകുന്നത്. സാധാരണ കാറെന്ന് പറഞ്ഞിട്ടില്ല. ജീപ്പ് ഒരു വളരെ ശ്രദ്ധിച്ചൊക്കെ ഇറക്കി കൊണ്ടുപോകുന്നുണ്ട്. ഈ പാറക്കെട്ടൊക്കെ ഇറങ്ങിയാണ് താഴോട്ട് വരുന്നത് ജീപ്പ്. ഞാനതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങി താഴോട്ട് പോയതാണ്. ജീപ്പ് അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് വരുന്നുണ്ട്. ഒരു സാഹസികമായ ഒരു യാത്രയായിരുന്നു. വീഡിയോയുടെ